ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് 100% ശരിയാ. 25 വർഷം മുമ്പ് ഉണർന്നിരിക്കുമ്പോൾ കണ്ട സ്വപ്നത്തിന്റെ പിറകെ സഞ്ചരിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഈ ഗാർമെന്റ്സ് തുടങ്ങിയിട്ട് 25 വർഷങ്ങളായി എന്ന്. പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വൃക്ഷം കണ്ടാൽ നമ്മൾ അതിന്റെ തണലിൽ വിശ്രമിക്കും, അതിന്റെ ഫലം കഴിക്കും. പക്ഷേ ആ വൃക്ഷത്തിന്റെ ഭൂതകാലം അന്വേഷിച്ച് നമ്മൾ ആരും പോകാറില്ല. പോയാൽ വിത്ത് നട്ട് സമയാസമയം വെള്ളമൊഴിച്ച് പരിപാലിച്ച് നാളെ ആ വിത്ത് വൻമരമാകുമെന്ന് സ്വപ്നം കാണുന്ന ഒരാളെ കാണാൻ കഴിയും. ഈ സ്ഥാപനത്തിന്റെ കാര്യത്തിൽ അത് ഞാനാ. ഇത് വളരാൻ ഞാൻ ഒഴിച്ചത് വെള്ളമല്ല, എന്റെ വിയർപ്പാണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ സ്ഥാപനം ഈ തലത്തിൽ വളർന്നത് എന്റെ മാത്രം എടുക്കാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. തുടക്കകാലം മുതൽ എന്റെ കൂടെയുള്ള കരുണാകരൻ, വിജയത്തിലേക്കുള്ള യാത്രയിൽ പലപ്പോഴായി എന്റെ കൂടെ ചേർന്ന ജീവനക്കാർ, ഒടുവിൽ മുക്ത, അരവിന്ദ്, കൈലാസ്, എല്ലാവരുടെയും കഠിനാധ്വാനത്തിന്റെ റിസൾട്ടാണ് ഇന്ന് ഈ കാണുന്നത്. നമ്മൾ ഈ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ പോവാ. അഡ്മിൻ ടീം, പ്രൊഡക്ഷൻ ടീം, സൂപ്പർവൈസേഴ്സ്, ടൈലേഴ്സ്, ട്രിമ്മേഴ്സ്, പാക്കേഴ്സ്, ലേബേഴ്സ് എല്ലാവരോടും എനിക്ക് നന്ദി പറയേണ്ടതുണ്ട്. അവരെ ആദരിക്കേണ്ടതുണ്ട്. അത് പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ വെച്ച് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. 26ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാം. അത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ പറയാം. അതെന്തുമാകാം. മാനേജ്മെന്റിനെ കുറിച്ചുള്ള പരാതിയാകാം, സ്റ്റാഫിനെ കുറിച്ചുള്ള പരാതിയാകാം, ലേബേഴ്സിനെ കുറിച്ചുള്ള പരാതിയാകാം. എന്തിന്, വെറും ഒരു സ്വീപ്പറിനെ കുറിച്ച് പോലും നിങ്ങൾക്ക് പരാതി പറയാം. അവര് പിന്നെ ഈ സ്ഥാപനത്തിൽ ഉണ്ടാവില്ല. എന്താ കരുണാകരൻ, നിങ്ങൾക്ക് ആരെക്കുറിച്ചെങ്കിലും പരാതിയുണ്ടോ? അല്ല, മുക്തയ്ക്ക് പരാതിയുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ അയാൾ ഈ ഗാർമെന്റ്സിൽ ഉണ്ടാവില്ല. എത്ര ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ആളായാലും എത്ര താഴ്ന്ന പൊസിഷനിലെ ആളായാലും തുറന്നു പറഞ്ഞോളൂ. പറഞ്ഞോളൂ. നിങ്ങൾക്ക് ആരെക്കുറിച്ചോ പരാതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് തുറന്നു പറയാൻ മടിക്കുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പരാതി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. കരുണാകര, പരാതി ഉണ്ട് സാർ. അത് ഇവിടുത്തെ ഒരു തൂപ്പുകാരിയെ കുറിച്ചാണ്. തൂപ്പുകാരിയെ കുറിച്ച് ഞാൻ എങ്ങനെയാ സാറിനോട് പരാതി പറയാം? അതാ ഞാൻ മടിച്ചത്. മടിക്കണ്ട, പറഞ്ഞോളൂ. ശമ്പളമായി കൊടുക്കുന്നത് 10 പൈസയാണെങ്കിലും അതുകൊണ്ട് 10 രൂപയുടെ ഗുണം ഈ കമ്പനിക്ക് ഉണ്ടാവണം. അതാ എന്റെ പോളിസി. ആ തൂപ്പുകാരിക്ക് ശമ്പളം കൊടുക്കുന്നത് കാശ് വെറുതെ കടലിൽ കളയുന്നത് പോലെയാണ്. കമ്പനിക്ക് ഒരു ഗുണമില്ല. അവിടെ ഇവിടെ ഇരുന്ന് കുറച്ച് സമയം കളയുന്നല്ലാതെ ഒരു ജോലി അവൾ ചെയ്യില്ല. ഏത് തൂപ്പുകാരിയെ കുറിച്ചാണ് കരുണാകരൻ സാർ പറയുന്നത്? പാർവതിയെ കുറിച്ച്. ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്നു. ഒരാളെ പറഞ്ഞുവിടാനുള്ള മതിയായ കാരണം തന്നെയാണത്. അവളുടെ കാര്യത്തിൽ കരുണാകരൻ എന്താണെന്ന് വെച്ച് ചെയ്തോളൂ. പാർവതി എന്ന് കേട്ടിട്ട് ഡാഡിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇവിടെ ജോലിക്ക് വന്ന പുതിയ കുട്ടിയില്ലേ, നമ്മളെ പൂജ ചെയ്യാൻ സഹായിച്ച, നമ്മൾ അവളെ അവളുടെ കൂട്ടുകാരികളെയും വീട്ടിൽ വിളിച്ചു വരുത്തി സൽക്കരിച്ചില്ലേ? ഡാഡി ഇത് മറന്നുപോയോ? ഓ, അവളായിരുന്നോ? കരുണാകരൻ സാറ് പറഞ്ഞത് ശരിയായിരിക്കാം. സീപ്പർ ജോലി അവൾ വൃത്തിയായി ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഇതിനു മുമ്പ് അവൾ ആ ജോലി ചെയ്തിട്ടില്ല.
ടൈലർ ജോലിക്ക് അവളോട് വന്നത്. സ്വീപ്പർ ജോലിന്ന് മാറ്റി അവൾക്കറിയാവുന്ന തയ്യൽ ജോലി അവൾക്ക് കൊടുത്താൽ അവളിന്ന് നല്ല റിസൾട്ട് കിട്ടും. അയ്യോ അത് വേണ്ട അങ്കിൾ. എന്താ മുക്ത? അത് അങ്കിൾ സ്വീപ്പർ ജോലി കൃത്യമായി ചെയ്യാത്തത് കൊണ്ട് ടൈലറായി പ്രൊമോഷൻ കൊടുക്കാന്നുള്ളത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്കിൾ? എനിക്ക് നേരത്തെ പരിചയമുള്ള കുട്ടിയാ. തൽക്കാലം അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ.